ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോകും നിശ്ചയം. പ്ലീസ് ലോഡ് ഡേവിഡ്ലി, നെവർ നെവർ ഗീവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. സന്തോഷമായിരിക്കുന്നല്ലോ. നെവർ ഗീവ് അപ്പ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ദിസ് ഇസ് ദ 3rd എപ്പിസോഡ്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്തി നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും. പുരാതനമേ സിംഹാസനസ്ഥനായവൻ തന്നെ. സങ്കീർത്തനം 55-ന്റെ 17, 18, 19 വാക്യങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളൊന്ന് അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ മറ്റുള്ളവരോട് നമ്മുടെ വിഷമങ്ങൾ പറയണമെന്ന് തോന്നും. കാരണം നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഏതെങ്കിലും അഡിക്ഷൻ ആയിരിക്കാം, ഏതെങ്കിലും സ്വഭാവമായിരിക്കാം, മദ്യപാനമായിരിക്കാം, അല്ലെങ്കിൽ മീഡിയ അഡിക്ഷൻ ആയിരിക്കാം, ഗെയിംസിൻ്റെ അഡിക്ഷൻ ആയിരിക്കാം. എന്ത് അഡിക്ഷനോ, ഒരു അഡിക്ഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. സോ അത് നമ്മളെ വേദനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പ്രതിബിംബിക്കുന്നു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ സഹോദരിമാർ കടന്നു പോകുന്നു. ചിന്തിച്ച് നമുക്ക് രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. പലരും ചിന്തിച്ച് തൈറോയ്ഡ്, ഷുഗർ, കൊളസ്ട്രോൾ, BP എന്ന് വേണ്ട ശരീരം ബലഹീനമായി കിടത്തുകയാണ്. അവരുടെ ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെയാകുമ്പോൾ നമ്മളെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. അതുകൊണ്ട് ആ വിഷയം അവിടെ നിൽക്കട്ടെ. നമ്മളെന്ത് ചെയ്യണം? ഇന്ന് സഹോദരിമാർ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിനെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീടിന് ചുറ്റും പുറവശവും, ഇന്ത്യയിലുള്ളവർ ഔട്ട് സൈഡും, വെളി രാജ്യങ്ങളിൽ നിൽക്കുന്നവർ, നിങ്ങൾ ഫ്ലാറ്റിലാണെങ്കിൽ എല്ലാ റൂമിലൂടെ ഒന്ന് കെയർ ചെയ്യണം. എവിടെയൊക്കെയാണ് നമ്മുടെ കരം ചെല്ലേണ്ടത്? എത്ര നാളായി നമ്മുടെ വീടൊക്കെ ഒന്ന് അടുക്കി പറക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ട്? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ ഞാൻ മാക്സിമം ആ സമയങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഒന്നെങ്കിൽ എന്തെങ്കിലും കുക്കിങ്ങിലേക്ക് കയറും, അല്ലെങ്കിൽ കബോർഡ് ക്ലീനിങ്, തുണികൾ അടുക്കി വയ്ക്കുക, ആരോടും വിളിച്ചു പറയാതിരിക്കാനുള്ള നമ്മുടെ സോളിനെ ട്രെയിൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നമ്മുടെ സോളിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം, അതിൻ്റെ ആത്മാവിനെ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ആ ഒരു ടെൻഡൻസി അങ്ങ് മാറിപ്പോകും. ഇന്നു മുതൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കുക. ആദ്യം അത് വിശ്വസിക്കണം, അത് പ്രവർത്തിക്കുന്നുവെന്ന്. എന്നിട്ട് നീ ആ വിശ്വസിക്കുമ്പോൾ തന്നെ ആ മാറ്ററിൻ്റെ ഹാഫ് പെയിൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് പോകും. ഹാഫ് പ്രശ്നം കർത്താവിലേക്ക് സമർപ്പിക്കണം. ഹല്ലേലൂയ. നമ്മളെന്ത് ചെയ്യണം? വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും നമ്മുടെ പ്രശ്നങ്ങളെ പറഞ്ഞ് കർത്താവിനോട് തന്നെ സംസാരിക്കണം. 142 സങ്കീർത്തനം ഞാൻ എപ്പോഴും പറയുന്നത്, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ദൈവമക്കളെ. പക്ഷേ അത് പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കണം. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഭയങ്കര ചിരിച്ചു, പിന്നെ ഭയങ്കര ഒരു കരച്ചിലങ്ങ് വന്നു. ആ സ്നേഹത്തെ, ആ ആലിംഗനം, ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. പലപ്പോഴും ഞാൻ ചിന്തിക്കും, പേഴ്സണൽ പ്രെയർ എന്ന് പറയുമ്പോൾ പലരും ചിരിക്കും, അതെന്തോ ഒരു ബാഡ് ചെയ്യുന്നത് പോലെ നമ്മൾ കർത്താവുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ പലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ. പക്ഷേ നെവർ ഗീവ് അപ്പ് ദൈവമക്കളെ. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കിയേ. ആ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നിങ്ങളുടെ സങ്കടം മാറുന്നത് വരെ. സങ്കടം മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും റിജോയ്സ് ചെയ്യാൻ, കർത്താവുമായിട്ടിരുന്ന് സംസാരിക്കാം, പ്രാർത്ഥിക്കാം, എന്തും ഹല്ലേലൂയ നിങ്ങൾക്ക് അവനോട് പറയാം. അവൻ ആരോടും പറയില്ല, അവൻ കൺസോൾ ചെയ്യും. അപ്പോൾ വചനം വായിക്കുക, പ്രാർത്ഥിക്കുക. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എൻ്റെയൊക്കെ ഹൃദയത്തിൽ ഒത്തിരി വേദനകളും പ്രയാസങ്ങളും നിന്ദകളും ഒക്കെ വരുമ്പോൾ ഞാൻ മറ്റുള്ള ഓടിപ്പോകാതെ കർത്താവിലേക്ക് പറയും, സാക്ഷ്യമായിട്ട് പറയും എങ്ങനെ ഞാൻ ഓവർകം ചെയ്തുവെന്ന്. ഹല്ലേലൂയ. വൈരിയുടെ നേരെ നമുക്ക് ദൈവം സഹായം ചെയ്യും. മനുഷ്യൻ്റെ സഹായം പലപ്പോഴും വ്യർത്ഥമാണ്. എന്നാൽ നമ്മൾ ദൈവത്താൽ വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. 60-ാം സങ്കീർത്തനത്തിലെ 11, 12 വാക്യങ്ങൾ. 61-ന്റെ 2, 3. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുള്ളൂ. വളരെ പറയാൻ എളുപ്പമാണ് ഈ വചനങ്ങളൊക്കെ, പക്ഷെ പ്രാക്ടിക്കലി എങ്ങനെ നമ്മൾ കൊണ്ടുവരും? ഇന്നതുകൊണ്ട് സഹോദരിമാരെ എഴുന്നേൽക്കണം. നമ്മൾ രോഗിയായി തീർന്ന് കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശരീരം ബലഹീനമാണല്ലോ, ആത്മാവ് ഒരുക്കമുള്ളതാണ്. സഹോദരി എഴുന്നേൽക്ക്.
ആ വിഷയം അവിടെ ഇരിക്കട്ടെ. ഐ നോ ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ, ഇറ്റ് ഈസ് സപ്രസിങ്, ഇറ്റ് ഈസ് ഹേർട്ടിങ്, ഇറ്റ് ഈസ് ഹ്യൂമിലിയേറ്റിംഗ്. നമ്മളെ ഒത്തിരി ആഴത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ദർ ഇസ് എ വിൽഡർനെസ്സിലൂടെ നമ്മളെ കടത്തിവിടുകയാണ് കർത്താവ്. എന്തിനാണ്? നിന്നെ അഭ്യസിപ്പിക്കുവാൻ, നിന്നെ പഠിപ്പിക്കുവാൻ. കാരണം ഭാവിയിൽ നീ അനേകർക്ക് വെളിച്ചമാകുവാൻ. ആ ബ്രഹ്മ കളഞ്ഞു പോയപ്പോൾ ആ സ്ത്രീ തൂത്തുവാരി അതിനെ കണ്ടെടുക്കുകയാണ്. സോ കർത്താപ്പച്ചനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൂട്ടുക. ഇന്ന് റിലേഷൻഷിപ്പ് കൂട്ടുമ്പോൾ അതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം, അതിന് എഫേർട്ട് ആവശ്യമാണ്. റെഡിയാണോ? റെഡിയാണെങ്കിൽ ആമേ, നമ്മൾ ആദ്യം വായിച്ച വചനം പോലെ തന്നെ ആമേ, എൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തി. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹാലലുയ. ആമേ. ഹോറാബാലവ ശാന്തരെ. താങ്ക് യു ജീസസ്. ഹാലലുയ. കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല. ആമേൻ. സോ ഇവിടെ പറയുകയാണ്, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. മനുഷ്യരുടെ സഹായം വ്യർത്ഥമാണ്. നമ്മൾ ക്ഷീണിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്ത് നിന്ന് 61:2 വാക്യത്തിൽ പറഞ്ഞ സംഗീതം, പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. പാറയിലൂടെ നടത്തുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്മൂത്ത് അല്ല, സ്പോഞ്ച് അല്ല. പക്ഷേ ഇങ്ങനൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ അതിലൂടെ എങ്ങനെ നടക്കാമെന്ന് നോക്കണം. ഗിരികളിൽ എങ്ങനെ നമ്മളെ ഉറപ്പിക്കും. ഗിരികളിൽ മാൻപീടക്കാൽ പോലെ നമ്മളെ ഉറപ്പിക്കും. സങ്കീർത്തനം 18 പറയുന്ന പോലെ എവറിത്തിങ് ഈസ് പോസിബിൾ. നമ്മൾ തീരുമാനമെടുക്കണം. നമ്മൾ തീരുമാനമെടുക്കാതെ ഇല്ല ഞാൻ എന്നും എൻ്റെ അമ്മേനെ വിളിച്ചു പറയും, എൻ്റെ ചേച്ചിനെ വിളിച്ചു പറയും, എൻ്റെ നാട്ടുകാരോട് വിളിച്ചു പറയും, ഇങ്ങനെ പറഞ്ഞാൽ ദർ ഇസ് നോ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ അല്ല. നമ്മുടെ ഹസ്ബൻഡിനെ വൾഗറാക്കാമെന്നേ ഉള്ളൂ. അവിടെ നമ്മൾ രക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധമൊന്ന് വർദ്ധിപ്പിക്കുക. നമ്മുടെ ഭാരങ്ങളെ അവൻ്റെ മേൽ വയ്ക്കുക. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇറ്റ് ഈസ് പോസിബിൾ. മക്കളെ, ഞാൻ പ്രാർത്ഥിക്കാം. ഹാലലുയ. ഹുറാമന ശംദിറവാസി കുറിയാന്തബേ. പ്രിയ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ മകൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളെയും നന്നായി അറിയുന്ന ദൈവം. ആമേ. ഹാലലൂയ. പല അനർത്ഥങ്ങളിലൂടെ തീയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെയും ആഴിയിലൂടെയൊക്കെ നടത്തുമാറാക്കി. എങ്കിലും നിൻ്റെ മകളെ നീ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മകൾ ഉയർച്ച തന്നെ പ്രാപിക്കും. നിശ്ചയം എൻ്റെ മകളുടെ ഭവനം അനുഗ്രഹമായി മാറും. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് പ്രാർത്ഥന ജീവിതത്തിലൂടെ കടന്നു പോകും. എൻ്റെ മകളെ സഹായിക്കണം. അതിരുകളെ വിസ്താരമാക്കണം. ഉപവസിക്കുവാനുള്ള കൃപയെ കൊടുക്കണം. പ്രാർത്ഥിക്കുവാനുള്ള കൃപയെ കൊടുക്കണം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് നിൻ്റെ അടുക്കൽ വരുവാനുള്ള കൃപ കൊടുക്കണം. 142 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ തന്നെ. ഹാലലുയ. 59 സങ്കീർത്തനത്തിൽ 11-12 വാക്യങ്ങൾ പോലെ തന്നെ. സങ്കീർത്തനം 61 2-3 വാക്യങ്ങൾ പോലെ. ഹാലലുയ. കർത്താവേ, നിന്ദ എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവന് സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല താനും. എങ്കിലും കർത്താവേ, സങ്കീർത്തനം 69 20 വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ ആരെയും കണ്ടില്ല പക്ഷേ ഐ നോ നീ എൻ്റെ കൂടെയുണ്ട്. നീ എൻ്റെ മുഖപ്രകാശമാക്കുന്ന ദൈവം, എൻ്റെ നിന്ദയെ മാറ്റുന്ന ദൈവം, എൻ്റെ കൂട്ടാളിയെ അവിടുന്ന് സമർപ്പിക്കുന്ന കർത്താവേ. നിൻ്റെ മകൻ കടന്നു പോകുന്ന ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കൂറിൽ താഴ്വരെ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ശത്രുക്കൾ കാണുക എനിക്ക് മരുന്നൊരുക്കുന്ന ദൈവം. അതിലൂടെ വ്യാപരിക്കുന്ന ദുഷ്ടനെ ശാസിക്കുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. നിന്നാൽ നിൻ്റെ മകൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ നിൻ്റെ മകൻ മതിൽ ചാടി കിടക്കും. ജീവനുള്ളവരുടെ ദേശത്ത് നിൻ്റെ മകൻ യഹോവയുടെ നന്മയെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. Never give up, മക്കളെ. Never give up. God has a great plan. Amen. So have a blessed day. God bless you. പ്രൈസ് ലോർഡ് മക്കളെ. ത്രൂ ഔട്ട് ദിസ് ജേർണി ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നെവർ ഗിവ് അപ്പ്. നിങ്ങളുടെ ആത്മീയമായ ഏത് പ്രശ്നങ്ങളിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. എറൈസ് ആൻഡ് ഷൈൻ. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഭവനം പണിയപ്പെടും. ഒരു ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല. പക്ഷേ നമ്മൾ ഗ്രാജുവലി യു വിൽ സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് സഹോദരിയെക്കുറിച്ചും. ആമേൻ. സോ ഇന്ന് മുതൽ തീരുമാനമെടുക്കുക. നെവർ ഗിവ് അപ്പ്. ഈ പാട്ട് എൻ്റെ മോള് പാടിയതാണ്. Hallelujah. So God bless you. Bye-bye. Take care. God has a great plan. Hallelujah. Love you so much. You are a special woman. You are a special woman. God has a great plan about you. Not to harm you, to give you hope and future. God bless you. Today is എന്താ പറയാം, ഭയങ്കരമായ ഒരു ബ്ലെസ്സിങ് ഡേ ആണ് നിങ്ങൾക്ക്. Start praying. Start. Amen. Bye-bye.
ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നടുനേരം പോയിടും. കണ്ടിടും നാം എന്നിൽ ദൂരെയ ദേശം. മണ്ണിൽ നേടിയതെല്ലാം നടുനേരം പോയിടും. കണ്ടിടും നാം എന്നിൽ ദൂരെയ ദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ? ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ?